ശബരിമലയിലേക്ക് ഭക്തജനപ്രവാഹം ശരണമുഖരിതമായി സന്നിധാനം 6 മണിവരെ 64,834 തീർത്ഥാടകർ ദർശനം നടത്തി. സന്നിധാനത്ത് ദീപാരാധന തുടങ്ങി. സന്നിധാന വിശേഷങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, അവിടെ ക്രമീകരണങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ? ലക്ഷ്മി, ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് സന്നിധാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ദീപാരാധന ചടങ്ങുകൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പുഷ്പാഭിഷേക ചടങ്ങിനുള്ള സമയമാണ്. പുഷ്പാഭിഷേകം അല്പസമയത്തിനകം ആരംഭിക്കും. അതിനുശേഷം അത്താഴപൂജ, ശേഷം ഹരിവരാസനമാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകളായിട്ട് അവശേഷിക്കുന്നത്. ഒപ്പം സന്നിധാനത്തേക്ക് വലിയ ഭക്തജന പ്രവാഹം ഇന്നും തുടരുകയാണ്. ഇന്നിപ്പോൾ 6 മണി വരെ 64,000-ഓളം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. ഇതുവരെ 65,000 കടന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന വിവരം. പ്രതിദിനം ശരാശരി 70,000-ഓളം തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ ബാഹുല്യം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ 3 ലക്ഷത്തിലധികം തീർത്ഥാടകർ കഴിഞ്ഞ ആദ്യ 10 ദിവസത്തേക്കാൾ ഈ വർഷത്തെ ആദ്യ 10 ദിവസങ്ങളിൽ ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയതായിട്ടാണ് കണക്കുകൾ ഉണ്ടാകുന്നത്. ഒപ്പം നടവരവിലും ഗണ്യമായിട്ടുള്ള വർധന തന്നെ, ഏകദേശം 13 കോടി രൂപയിലധികം വർധനവും ഈ വർഷം ഇതുവരെ സന്നിധാനത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് അധികൃതരുടെ നേതൃത്വത്തിൽ ഇവിടെ അവലോകന യോഗം ചേർന്നിരുന്നു. എല്ലാ വകുപ്പുകളുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിലയിരുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെ തൃപ്തികരമായ രീതിയിലാണ് തീർത്ഥാടനം ശബരിമലയിൽ ഈ വർഷം ഇതുവരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം വരുന്ന ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും സംബന്ധിച്ചിട്ടുള്ള ചർച്ചയും ഈ യോഗത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ഡലപൂജ, അതോടൊപ്പം തന്നെ 12 വിളക്കടക്കമുള്ള ചടങ്ങുകൾ വരാനിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളുടെ നടപ്പാക്കൽ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നിലവിൽ ദേവസ്വവും മറ്റു വകുപ്പുകളും ഒക്കെ തന്നെ കടന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സന്നിധാനത്ത് പുതിയ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലയേറ്റിട്ടുണ്ട്. ഏകദേശം 2000-ഓളം പുതിയ ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് രണ്ടാമത്തെ ഡ്യൂട്ടിക്കായിട്ട് ഇന്ന് ചുമതലയേറ്റിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളുടെയും കൃത്യമായിട്ടുള്ള ഏകോപനത്തിലൂടെ വളരെ മികച്ച രീതിയിൽ തന്നെ തീർത്ഥാടനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം വളരെ ഭക്തി നിർഭരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ചടങ്ങുകളും ശബരിമലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരിച്ചെത്താം. സന്നിധാനത്തെ വിശദാംശങ്ങളാണ് ഗോകുൽ രമേശ് നൽകിയത്.